എല്ലാവർക്കും സ്വാഗതം. ഡിപ്രഷൻ ആൻഡ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ് എന്ന വിഷയത്തിൽ ഇന്ന് ട്രെയിനിങ് എടുക്കുന്നത് ജിജിമോൾ മാഡമാണ്. മാഡം ഒരു ഇന്റർനാഷണൽ ട്രെയിനറാണ്, സൈക്കോതെറാപ്പിസ്റ്റ് ആണ്, കൗൺസിലർ ആണ്, അതിനേക്കാൾ ഉപരി NLP ഗ്രാൻഡ് മാസ്റ്റർ ആണ്. മാഡത്തിനെ വളരെ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. വ്യത്യസ്ത ഇടങ്ങളിലുള്ള നമ്മെ ഒരുമിച്ച് ചേർത്ത സർവശക്തിന് മുമ്പിൽ പ്രണമിക്കുന്നു. ആത്മമിത്രയുടെ യൂത്ത് ആൻഡ് ചിൽഡ്രൻ മിനിസ്ട്രിയുടെ ഡയറക്ടർ, EQ ട്രെയിനിങ് പ്രോഗ്രാമിൽ ചുക്കാൻ പിടിപ്പിക്കുന്ന ട്രെയിനിങ് ഫീൽഡിൽ എന്റെ ഗുരുനാഥനായ ഫാദർ ടോബി, സഹപ്രവർത്തകരായ റിസോഴ്സ് ടീം മെമ്പർ, സ്വാഗതം ആശംസിച്ച ബിജു, എന്നെ കേൾക്കാൻ തയ്യാറായിരിക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹാശംസകളോടെ ഈ സെഷൻ ആരംഭിക്കട്ടെ. ഒരനുഭവം പങ്കുവെച്ചുകൊണ്ട് ഈ സെഷൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 വർഷം മുമ്പ് കൗൺസിലിംഗിനായി വന്ന ഒരു യുവാവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ യുവാവിനെ കുറിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്: അലസമായ വസ്ത്രധാരണം, പ്രോപ്പറായി ക്രമീകരിക്കാത്ത താടിയും മുടിയും, മെലിഞ്ഞ ശരീരം, മുഖം കുമ്പിട്ടുള്ള നടപ്പ്, പാതി നിറഞ്ഞ കണ്ണുകൾ. കൗൺസിലിംഗ് ഇൻടേക്കിംഗ് ഫോം ഫിൽ ചെയ്തതിനു ശേഷം സംസാരം ആരംഭിച്ചപ്പോൾ പങ്കുവച്ച കാര്യങ്ങളിൽ ചിലത് ഇവയൊക്കെയാണ്. മാസങ്ങളായി എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഒന്നിലും താല്പര്യം തോന്നുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പോലും താല്പര്യമില്ല. ഏതാനും മാസം കൊണ്ട് 13 കിലോ ഭാരം കുറഞ്ഞു. എന്നെ ഒന്നിനും കൊള്ളില്ല, മരണത്തിന് പോലും എന്നെ വേണ്ട. മരണത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ സമയവും ചിന്തിക്കുക. 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു, എങ്കിലും പരാജയപ്പെട്ടു. എനിക്ക് ജീവിക്കണ്ട. അടുത്തിരുന്ന ആളെ ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ ഇവന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എനിക്ക് എന്നെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സിസ്റ്റർ വെറുതെ എനിക്ക് വേണ്ടി സമയം കളയണ്ട. സഹയാത്രികരെ, ഈ സംഭവം കേട്ട നിങ്ങളുടെ നിഗമന പ്രകാരം എന്തായിരിക്കും ഈ വ്യക്തി നേരിടുന്ന അവസ്ഥ എന്നൊന്ന് പറയാമോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതി. ഒരു കാലത്ത് മനുഷ്യന് അതിജീവനത്തിനായി രാജ്യങ്ങളോടും ഗോത്രങ്ങളോടും യുദ്ധം ചെയ്തിരുന്നു, അല്ലെ? ഇന്ന് ലോകമെമ്പാടുമുള്ളവർ തന്നെ ശരീരത്തോടും മനസ്സിനോടും യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. COVID-19 എന്ന പകർച്ചവ്യാധി ശരീരത്തെ ആക്രമിക്കുമ്പോൾ വിഷാദം മനസ്സിനെ ആക്രമിക്കുന്ന ഒരു പകർച്ചവ്യാധിക്ക് തുല്യം. കൊറോണ തുടങ്ങിയതിനു ശേഷം നടത്തിയ പഠനപ്രകാരം ഡിപ്രഷന്റെ നിരക്ക് ഇന്ന് 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. മോർ ദാൻ 350 മില്യൺ ജനങ്ങളാണ് ഇന്ന് ലോകത്തിൽ ഡിപ്രഷൻ മൂലം സഫർ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിന്റെ നേതൃത്വത്തില് കേരള സംസ്ഥാനത്തിലെ ഏതാനും ജില്ലകളെ തെരഞ്ഞെടുത്ത് ഒരു പഠനം നടത്തുകയുണ്ടായി. കൊല്ലം, ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡ് എന്നീ 5 ജില്ലകളിലെ മുനിസിപ്പാലിറ്റികളെയും തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ 9% ആളുകൾ പെടുന്നത് വിഷാദ രോഗം എന്ന മാനസിക രോഗത്തിന്റെ കീഴിലാണ്. ഇന്നലെ എന്റെ ഒരു റിലേറ്റീവ് പോസ്റ്റ് കണ്ട ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു, വിഷയം കൊള്ളാം, ആ പേരൊന്ന് മാറ്റി മെന്റൽ ഹെൽത്ത് കെയർ എന്നോ വെൽനസ് എന്നോ അതുപോലെ മറ്റെന്തെങ്കിലും പേരൊക്കെ ആക്കിയാൽ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടു. വളരെ നല്ല അഭിപ്രായം, വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എന്നാൽ എന്റെ ജീവിതത്തിലെ 2 അനുഭവങ്ങളാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ മുഖ്യ കാരണം. ഒന്ന്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെയും കൊണ്ട് പേരൻസ് കൗൺസിലിംഗിനായി വന്നു. പേരൻസിൽ നിന്നുള്ള വിവരശേഖരണത്തിന് ശേഷം കുട്ടിയോട് സംസാരിച്ചു. കൂട്ടൊക്കെ കൂടി പതുക്കെ ചോദിച്ചു, മോൾക്ക് എന്താ പറ്റിയേ? ഉത്തരം എന്നെ ഞെട്ടിച്ചു, എനിക്ക് ഡിപ്രഷനാണ്. എങ്ങനെയുണ്ടായി? കൂട്ടുകാരിയെ ക്ലാസ് മാറ്റി, സോ എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. അടുത്തത് കൗമാരക്കാര യുവജനങ്ങൾ. അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ തന്നെ അവർക്കറിയാം കൗൺസിലിംഗ് സെന്ററിലേക്കാണ് വരുന്നത്. അപ്പോ എല്ലാം ഗൂഗിൾ ഗൈഡിനോട് ഒന്ന് ചോദിച്ച് പഠിച്ചിട്ട് അവർ വരിക. അതുകൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ്. ചോദിക്കേണ്ട മാത്രയിൽ അവർ പറയും, ഐ ആം ഡിപ്രസ്ഡ്. തുടർന്നുള്ള ചോദ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും
ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്, ഡിസപ്പോയിന്റ്മെന്റ്, ഇതിനെല്ലാം അവരുപയോഗിക്കുന്ന ഒരു കോമൺ വേർഡാണ് ഡിപ്രഷൻ എന്നത്. നെഞ്ചുവേദന വന്നാൽ ചിലർ പറയാറില്ലേ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെ തലവേദന വന്നാൽ ചിലർ പറയും എനിക്ക് ബ്രെയിൻ ട്യൂമർ ആയിരിക്കും. ഇതുപോലെയാ ഇന്ന് ഡിപ്രഷൻ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ മാനസിക ആരോഗ്യത്തെ വെല്ലുവിളിക്കുന്ന ഈ വാക്ക് ദ്യോതിപ്പിക്കുന്നത് എന്താണ് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ട ആവശ്യകത ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് വിഷാദം? എന്താണ് വിഷാദ രോഗം? ഏതൊക്കെ തരത്തിലുള്ള വിഷാദ രോഗങ്ങളുണ്ട്? എന്തുകൊണ്ട് ഇവയുണ്ടാകുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനാണ് നാം ഇനി നടത്താൻ പോകുന്നത്. എന്തായിരിക്കും വിഷാദം, അല്ലെങ്കിൽ എന്താണ് വിഷാദം? ആർക്കെങ്കിലും ഒരഭിപ്രായം പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഒന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥ. ഒന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥ. പിന്നെന്തായിരിക്കും? നോട്ട് മീറ്റിംഗ് എക്സ്പെക്ടേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഈ ലോകത്ത് ജീവിക്കണ്ട എന്നുള്ള തോന്നല്, ആത്മവിശ്വാസക്കുറവ്, എല്ലാ ഏകദേശം ഈ പോയിന്റ്സുകളെല്ലാം അതിൽ പെടുന്നവയാണ്. നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം എന്തൊക്കെയാണ്. സ്ട്രെസ്, ടെൻഷൻ, ദുഃഖം, ഫീലിംഗ് ഡൗൺ ആകുക, അല്ലെങ്കിൽ എല്ലാത്തിനോടുള്ള താല്പര്യം കുറയുക. ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ് അതാണ്, എല്ലാത്തിനോടുള്ള താല്പര്യം കുറയുക. ഇതെല്ലാം സർവ്വസാധാരണമായിട്ട് ഇടയ്ക്കൊക്കെ എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്. എനിക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഡിപ്രഷൻ അഥവാ വിഷാദം എന്നത് ഒരു വ്യക്തിയുടെ ചിന്തയെയും വികാരത്തെയും പ്രവൃത്തിയെയും നെഗറ്റീവ് ആക്കുന്നതാണ്. ഇതൊരു മൂഡ് ഫ്ലക്ച്വേഷൻ അല്ല, മറിച്ച് ഇതൊരു മൂഡ് ഡിസോർഡർ ആണ്. ഏതാനും സമയത്തേക്ക് ലോ മൂഡ് ആകുന്നതല്ല, തുടർച്ചയായിട്ട് ലോ മൂഡ് ആകുന്ന അവസ്ഥ. എന്നാൽ ഇത് ഏകദേശം 1-2 ആഴ്ചയ്ക്ക് ശേഷം സാധാരണഗതിയിലേക്ക് എത്തുന്നു. എന്നാൽ ചിലർ ഇത് 2 ആഴ്ചയ്ക്ക് ശേഷവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എങ്കിൽ അവര് രോഗാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷൻ അഥവാ വിഷാദം ഉണ്ടാകുന്നതെന്ന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു പഠനം നമുക്കൊന്ന് കണ്ടെത്താം. നമ്മുടെ ശരീരത്തിലെ സെറട്ടോണിൻ, നോർഎപ്പിനെഫ്രിൻ എന്നീ ഹോർമോൺസിന്റെ വിന്യാസത്തിലും പ്രവർത്തനത്തിലുമുള്ള കുറവാണ് വിഷാദ രോഗത്തിന്റെ അടിസ്ഥാനമായിട്ട് വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ രാസവസ്തുക്കൾക്ക്, അതായത് ഹോർമോൺസിന്, ഉറക്കം, പഠനം, ഓർമ്മ, മാനസിക നില, ലൈംഗിക താല്പര്യങ്ങൾ തുടങ്ങിയ വിവിധങ്ങളായ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ സ്ഥാനമാണുള്ളത്. ഈ വിഷാദവും വിഷാദ രോഗങ്ങളും എല്ലാം അനുഭവപ്പെടുന്നത് മാനസിക തലത്തിലാണെങ്കിലും ഇത് ആരംഭിക്കുന്നത് ശരീരത്തിൽ അഥവാ തലച്ചോറിൽ നിന്ന് തന്നെയാണ്. DSM-5 മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ടെക്സ്റ്റാണ് DSM-5. ഇത് ഏറ്റവും പുതിയത് 2013 ഈ ടെക്സ്റ്റ് ഏറ്റവും പുതിയ എഡിഷൻ ഇറങ്ങിയിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. DSM-5 പ്രകാരം ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറഞ്ഞു വരുന്ന കാരണം അബ്യൂസാണ്. ശൈശവ കാലഘട്ടത്തില് അഭിമുഖീകരിക്കേണ്ടി വന്ന ശാരീരികവും മാനസികവും വൈകാരികവും ലൈംഗികപരവുമായിട്ടുള്ള ദുരുപയോഗങ്ങൾ, തുടർച്ചയായിട്ടുള്ള പീഡനങ്ങൾ, തുടർച്ചയായിട്ടുള്ള ലൈംഗിക ദുരുപയോഗങ്ങൾ, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കുഞ്ഞു മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നത്, ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. കാരണം ഇന്ന് ഇവിടെ വരുന്ന കേസുകളിൽ പലതിന്റെയും പിന്നാമ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ചിലത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് പിണക്കം, വഴക്ക് ഇവയൊക്കെ മൂലം കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം അകന്നു മാറി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ. അവിടെ നിരന്തരമായിട്ടുള്ള ഒറ്റപ്പെടൽ അവരുടെ മനസ്സിനെ ആകെ ഡൗൺ ആക്കും. ഇത് സാവധാനം അവരെ ഡിപ്രഷനിലേക്ക് നയിക്കും. അടുത്തതായിട്ട് പറയുന്നതാണ് ഉറ്റവരുടെ ഉടയവരുടെ ഒക്കെ വേർപാട്. നോർമൽ ഗ്രീഫ് വളരെ സാധാരണമാണ്, അത് ആവശ്യമാണ് താനും.
എന്നാൽ അതിൽ കവിഞ്ഞ് അതൊരു രോഗാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. നെക്സ്റ്റ്, വിവാഹമോചനം, പ്രണയത്തിലെ പരാജയം. ഈ പ്രണയത്തിലെ പരാജയത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഓർമ്മ വരിക. ഞാൻ ഒരു 5 വർഷം മുമ്പ് +2 സ്കൂളുകളിൽ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. +2 പിള്ളേരാണ് എന്നെ ഒരു പുതിയ വേർഡ് പഠിപ്പിച്ചത്. ഒരിക്കൽ പിള്ളേർ കൗൺസിലിംഗ്, ഒരു കുട്ടി കൗൺസിലിംഗ് ആയിട്ട് വന്നപ്പോൾ വളരെ വിഷാദമായ ഭാവത്തോടെ വന്നു. മോനെ എന്താ പറ്റിയ സിസ്റ്ററെ, അവൾ എന്നെ തേച്ചിട്ട് പോയി. തേപ്പ് എന്നുള്ളത് ഞാൻ പലതരം തേപ്പുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ പ്രണയത്തിലെ പരാജയപ്പെടുന്നവരുടെ തേപ്പ് എന്നുള്ള വാക്ക് കേട്ടത്. നമുക്കത് ആ വാക്ക് അല്ലെങ്കിൽ അവരുടെ ആ അവസ്ഥ, അപ്പോഴത്തെ അവസ്ഥ, ആ പ്രായമൊക്കെ ഓർത്ത് നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് പറയുന്നത് മൊബൈൽ, ഇന്റർനെറ്റ്, ഡ്രഗ്സ്, ആൽക്കഹോൾ, സീരിയൽ, പോർണോഗ്രഫി, ഗെയിംസ്, ഇവയുടെ എല്ലാം അഡിക്ഷൻസ്. സീരിയലിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ പുതിയൊരു സ്റ്റഡി നടത്തിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഫ്രൈഡേ ഡിപ്രഷൻ. എന്താണ് ഈ ഫ്രൈഡേ ഡിപ്രഷൻ? സീരിയൽ സ്ഥിരമായിട്ട് കാണുന്നവർ അവരറിയാതെ തന്നെ അതിലുള്ള അൺകോൺഷ്യസ്ലി അതിലുള്ള കഥാപാത്രങ്ങളെ അവര് ഫോളോ ചെയ്യാൻ, ഇമിറ്റേറ്റ് ചെയ്യാനും മോഡൽ ചെയ്യാനൊക്കെ തുടങ്ങും. ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ളൂ സീരിയൽ അല്ലേ? അപ്പോൾ ശനിയും ഞായറും ഇവർ വളരെയധികം വിഡ്രോവൽ സിൻഡ്രോംസ് കാണിക്കാറുണ്ട്. അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, കൈ വരയ്ക്കുന്നവരും ഉറക്കം കിട്ടാത്തവരും എല്ലാം കണ്ടെത്തിയതായിട്ട് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്താറുണ്ട്. അടുത്തതാണ് ജോലി നഷ്ടപ്പെടുക, ജോലി സ്ഥലത്തെ പീഡനങ്ങൾ, ബിസിനസ്സിലെ പരാജയങ്ങൾ. നെക്സ്റ്റ്, തീരാരോഗങ്ങൾ. തീരാരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം? ക്യാൻസർ, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുക. ഇത്തരം രോഗങ്ങളൊക്കെ ബാധിച്ചു കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നത് എനിക്കിനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല, എൻ്റെ ശരീരത്തിൽ ഈ ഒരു രോഗാവസ്ഥ കാണാൻ എൻ്റെ മനസ്സും അപ്രകാരമായിരിക്കുന്നുവെന്ന് സ്വയം ചിന്തിച്ച് പരിതപിച്ച് ആ വിഷാദ രോഗത്തിലേക്ക് എത്തുന്നവരുമുണ്ട്. ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ടും ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ്, അകാരണമായിട്ടുള്ള കുറ്റബോധം. അകാരണമായിട്ടുള്ള കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ടാകാത്തവരാരുമില്ല, തെറ്റ് സംഭവിക്കാത്തവരുമില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചാൽ അവയിലെ തെറ്റും ശരിയുമെല്ലാം വിലയിരുത്തുന്നത് സ്വയം തന്നെയാണ്. ശരി തെറ്റുകളുടെ കണക്ക് സ്വയം കണക്ക് കൂട്ടുമ്പോൾ ചിലപ്പോൾ തെറ്റിന്റെ ഭാഗത്തായിരിക്കും ഇവർ നിൽക്കുക. ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, ചെയ്യരുതായിരുന്നു എന്നുള്ള നിരന്തരമായ ചിന്ത ഇവരെ കുറ്റബോധത്തിലാഴ്ത്തുകയും അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരോടോ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തുക്കളോടോ തുറന്നു പറഞ്ഞ് അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അടുത്തത് പാരമ്പര്യം. മുൻ തലമുറകളിൽ ആർക്കെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട് എങ്കിൽ ഡിപ്രഷന്റെ സാധ്യതകൾ വളരെയധികം കാണാറുണ്ട്. ജെൻഡർ വൈസിലും ഡിപ്രഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ജെൻഡർ വൈസിൽ പറഞ്ഞാൽ നിങ്ങളൊന്ന് പറഞ്ഞേ, പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ ഡിപ്രഷൻ കൂടുതൽ ഉണ്ടാകുക? ആർക്ക് വേണേലും പറയാം. പുരുഷന്മാർക്ക്. അതെ, ജോലി നഷ്ടപ്പെട്ടതും വീട്ടിലെ കാര്യങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ടും ഉണ്ടല്ലേ? ഓക്കെ. ഓക്കെ, ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, പുരുഷന്മാരായിരിക്കും. എന്നാൽ പഠനം തെളിയിക്കുന്നത് സ്ത്രീകൾക്കാണ് എന്നാണ്. കാരണം ചുറ്റുപാടുകളിൽ നിന്നുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല, അവരുടെ തൈറോയ്ഡ് ഹോർമോൺസിന്റെ അസന്തുലനവും നേരത്തെ പറഞ്ഞ സെറട്ടോണിൻ, നോർഎപ്പിനെഫ്രിൻ എന്നീ ഹോർമോൺസിന്റെ കുറവുമെല്ലാം കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്ന മറ്റൊരു കാരണം ഗർഭാവസ്ഥയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഗർഭാവസ്ഥയിൽ വേണ്ടത്ര പോഷകാഹാരം കിട്ടാതിരിക്കുന്നത്, ഇവയെല്ലാം ഡിപ്രഷന് കാരണമായിട്ട് വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്നാണ് സ്വയം മതിപ്പില്ലായ്മ. അവനവനോട് തന്നെ അവനവന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവനവനോട് തന്നെ ഒരു ഇഷ്ടമില്ലായ്മ, സ്വന്തം കഴിവുകളെ കുറിച്ചുള്ള അറിവില്ലായ്മ, എപ്പോഴും സ്വന്തം കുറവുകളെ കുറിച്ചായിരിക്കും അവർ സംസാരിക്കുക.
ഇത്തരത്തിലുള്ള ആളുകളും നിരന്തരമായിട്ടുള്ള ആ ചിന്ത, നെഗറ്റീവ് ചിന്ത മനസ്സിൽ വെക്കുന്നത് കൊണ്ട് സാവധാനം ഡിപ്രഷനിലേക്ക് കടന്നു പോകാറുണ്ട്. എന്തൊക്കെയാണ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ് എന്ന് നമുക്ക് കാണാം. സ്ക്രീൻ ഷെയർ ചെയ്യാം. 4 തരത്തിലുള്ള ഡിപ്രസീവ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന് മേജർ ഡിപ്രസീവ് ഡിസോർഡർ MDD, രണ്ടാമത് പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ, മൂന്നാമത് പ്രീമിനിസ്ട്രൽ ഡൈഫോറിക് ഡിസോർഡർ, 4 ഡിപ്രസീവ് മൂഡ് ഡിസ്റെഗുലേഷൻ ഡിസോർഡർ. എന്താണ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് ആദ്യം നോക്കാം. വിഷാദ രോഗം എന്ന് പറയുന്നത് ഒരു സിൻഡ്രം, അതായത് ഒരു കൂട്ടം ലക്ഷണങ്ങൾ ഉൾപ്പെടുന്നതാണ്. മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്താണെന്ന് കാണാം. പൊതുവായി പറഞ്ഞാൽ 2 ആഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന അകാരണമായ വിഷാദമാണ് വിഷാദ രോഗമായിട്ട്, അതായത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാം. ഒന്നാമതായിട്ട് അവരെ ഇമോഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ: സാഡ്നെസ്, അഗാധമായ ദുഃഖം, അകാരണമായിട്ടുള്ള ദുഃഖം. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ വളരെയധികം ദുഃഖിതരായിരിക്കും. എന്താണ് ദുഃഖത്തിന് കാരണമെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയത്തുണ്ടാവുകയില്ല. 2 ആങ്സൈറ്റി, അനാവശ്യമായ കാര്യങ്ങളിൽ വളരെയധികം ഉത്കണ്ഠ അവരെ പിടിമുറുക്കും. ഗിൽറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആങ്കർ, വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പൊട്ടിത്തെറിക്കുക, അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക. ഈ മൊബൈൽ അഡിക്ഷന്റെ കാര്യത്തിൽ വളരെ പ്രകടമായിട്ട് കാണുന്ന ഒരു ഇമോഷണൽ ഇംബാലൻസ് ആണ് ആങ്കർ. മൂഡ് സ്വിങ്സ്, അവരുടെ മൂഡ് വിചാരിക്കാത്ത സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ്, ചിലപ്പോൾ വളരെ പെട്ടെന്ന് അവർ ഔട്ട് ബേസ്റ്റ് ആകുന്നതും കാണാം. ഫീലിംഗ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഹോപ്പ്ലെസ്നെസ്, നേരത്തെ പറഞ്ഞു. ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിന്. ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള ആ മനസ്സ് അവർക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇറിറ്റബിലിറ്റി, നിസ്സാര കാര്യങ്ങൾക്ക് അവർ ഇറിറ്റബിൾ ആകും. അവരുടെ ബിഹേവിയറിൽ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ വരിക? ബൗട്ട്സ് ഓഫ് ക്രൈ, നിസ്സാര കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് അവർ കഴിയും. വളരെ സെൻസിറ്റീവ്, അവരോട് സംസാരിക്കുന്നത് പോലും വളരെ സൂക്ഷിച്ചു വേണം. വിഡ്രോവൽ ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നെല്ലാം അവര് അകന്നു നിൽക്കാനായിട്ടാണ് അവർ ശ്രമിക്കുക. ലോൺലിനെസ് ആണ് അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുക. അതിലേക്ക് അവരുടെ മനസ്സ് ആകർഷിക്കപ്പെടുന്നു. നെഗ്ലക്ട് റെസ്പോൺസിബിലിറ്റീസ്, ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാനുള്ള മനോധൈര്യം അവർക്കുണ്ടാവില്ല. എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് അവർ സ്വയം മാറും. അടുത്തതാണ് മൂവിങ് മോർ സ്ലോലി, അവരുടെ എല്ലാ കാര്യങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന ചടുലതയെല്ലാം നഷ്ടപ്പെടുകയാണ്. ചേഞ്ചിങ് പേഴ്സണൽ അപ്പിയറൻസ്, ഞാൻ മുമ്പ് പറഞ്ഞില്ല, ആദ്യം ഒരു സംഭവം പറഞ്ഞില്ല. പേഴ്സണൽ അപ്പിയറൻസ് കൊണ്ട് തന്നെ നമുക്ക് ആ വ്യക്തി ഒരു ഡിപ്രസീവ് മൂഡിലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ബീയിങ് അജിറ്റേറ്റഡ് ഓർ അൺഎബിൾ ടു സെറ്റിൽ, ഒരു കാര്യത്തെയും അങ്ങനെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാവുകയില്ല. ലാക്ക് ഓഫ് അപ്പിറ്റൈറ്റ്, ഭക്ഷണങ്ങളോടും മറ്റു കാര്യങ്ങളോടും എല്ലാം ഉള്ള അവരുടെ താല്പര്യം അവരുടെ നിരന്തരം കുറഞ്ഞുകൊണ്ടേയിരിക്കും. 13 കിലോ കുറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞില്ല, അതുപോലെ. ഡിക്രീസ്ഡ് സെൽഫ് കെയർ ആൻഡ് ക്ലെൻലിനെസ്, കുളിക്കാനോ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനോ സ്മാർട്ടായിട്ടിരിക്കാനോ ഒന്നും അവർ ഇഷ്ടപ്പെടുകയില്ല. അവരുടെ ചിന്തകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം. ഫ്രീക്വന്റ് സെൽഫ് ക്രിറ്റിസിസം, നിരന്തരമായിട്ട് അവർ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, സ്വയം വിമർശിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു പോസിറ്റീവ് പറഞ്ഞാൽ പോലും അതിനെ പോലും അവർ വിമർശിക്കും. ഇംപയർഡ് മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ, അവരുടെ ഓർമ്മ അവർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും, ശ്രദ്ധ നഷ്ടപ്പെടാൻ തുടങ്ങും, കോൺസെൻട്രേഷൻ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇൻഡിസിസീവ്നെസ്, തീരുമാനമെടുക്കാനുള്ള അവരുടെ കഴിവ് കുറഞ്ഞു വരും. കൺഫ്യൂഷൻ, പല കാര്യങ്ങളും അവർക്ക് കൺഫ്യൂസ്ഡ് ആകും. അതിന് തൊട്ട് മുമ്പ് വളരെ കൃത്യമായിട്ട് നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരോട് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ കൺഫ്യൂസ്ഡ് ആകും. തോട്ട്സ് ഓഫ് ഡെത്ത് ആൻഡ് സൂയിസൈഡ്, നിരന്തരമായിട്ട് അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, മരണത്തെക്കുറിച്ച് പറയുന്നു, സൂയിസൈഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്സ് നടത്തുന്നു. 13 പ്രാവശ്യമൊക്കെ കയ്യിൽ മുറിവ് വരുത്തിയിട്ട് നമുക്ക് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലായത്. ഫിസിക്കലായിട്ട് അവരിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ക്രോണിക് ഫെറ്റിഗ്, വളരെ അകാരണമായിട്ടുള്ള തളർച്ച. നമ്മൾ ക്ഷീണവും തളർച്ചയെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലും അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും മെഡിക്കൽ സെൻസ് ഓഫ് വ്യൂവിൽ കാണാനായിട്ട് സാധിക്കുകയില്ല. ലാക്ക് ഓഫ് എനർജി, ഒരു എനർജി നഷ്ടപ്പെട്ടതുപോലെ, അതുവരെ വളരെ ഓടി നടന്ന് അധ്വാനിച്ചിരുന്ന ആൾക്ക് എനർജിയൊക്കെ നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. സ്ലീപ്പിംഗ് ടു മച്ച് ഓർ ടു ലിറ്റിൽ, ചിലരുടെ സ്ലീപ്പ് വളരെ അധികമായിരിക്കും, കൂടുതൽ സമയം അവർ കിടന്നുറങ്ങിക്കൊണ്ടേയിരിക്കും. ചിലർ വളരെ കുറച്ചായിരിക്കും, അവർക്ക് ഉറക്കം വരെ നഷ്ടപ്പെടും. അല്ല, അഥവാ ഉറങ്ങിയാൽ തന്നെ അവർ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരിക്കും. ലോസ് ഓഫ് മോട്ടിവേഷൻ, ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത, ഒരു ഗോൾ ഇല്ലാത്ത ഒരു ലൈഫ് അവർ നയിക്കാനായിട്ട് തുടങ്ങും. സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതിന്റെ കൂടെ ഇത്തരം കാര്യങ്ങളുടെ കൂടെ സബ്സ്റ്റൻസ് അബ്യൂസും കൂടെ വന്നു കഴിഞ്ഞാലോ അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ്. അൺഎക്സ്പ്ലെയിൻഡ് ഏക്സ് ആൻഡ് പെയിൻ, അവര് മസിൽ പെയിനോ ജോയിന്റ് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പെയിൻ എപ്പോഴും ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആക്ച്വലി അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അസുഖങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. ഇനി കുട്ടികളിലും കൗമാരക്കാരിലും ഈ ദുഃഖഭാവം എന്ന് പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ലേ, അഗാധമായ ദുഃഖമുണ്ടാകും ഡിപ്രഷനുള്ളവർക്കെന്ന്. പക്ഷെ കുട്ടികളിലും കൗമാരക്കാരിലും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുക, അവർക്ക് ദുഃഖത്തിന് പകരം പ്രകോപനപരമായ, ശുണ്ഠി പിടിപ്പിക്കുന്ന, ക്ഷോഭിപ്പിക്കുന്ന പെരുമാറ്റ രീതികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ലക്ഷണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നിങ്ങനെ നമുക്ക് ഇതിനെ തരംതിരിക്കാവുന്നതാണ്. മുമ്പ് ഞാൻ വേർപാടിന്റെ ദുഃഖത്തെ കുറിച്ച് പറഞ്ഞല്ലേ. പ്രിയപ്പെട്ടവരുടെ മരണം മൂലം ഉണ്ടാക്കുന്ന സങ്കടം അല്ലെങ്കിൽ ശൂന്യത, നഷ്ടബോധം, ഇവ മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ നീണ്ടു നിൽക്കാം. എന്നാൽ ഈ അവസ്ഥയിൽ നിലനിൽക്കെ തന്നെ ആ വ്യക്തിയെക്കുറിച്ചുള്ള, ആ മരണപ്പെട്ടു പോയ വ്യക്തിയെക്കുറിച്ചുള്ള നല്ല ചിന്തകളും ഓർമ്മകളും എല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും അവരുടെ ചിന്തയിൽ. അതുപോലെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം ഈ ഗ്രീഫ് ഒരിക്കലും സെൽഫ് എസ്റ്റീം കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഡിപ്രഷൻ അല്ല, മറിച്ച് സാവധാനം തുടർച്ചയായി സ്വയം മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ പോലെ പെരുമാറുക, ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുക, ആത്മഹത്യ പ്രവണതകൾ കാണിക്കുക, അതിൽ ശ്രമം നടത്തുക, ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മഹത്യയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും അധികം ചേഞ്ചസ് വരുത്തുന്ന തെറാപ്പികളിലൊന്നും കണ്ടെത്താൻ സാധിച്ചത് ബിഡിങ് ഗുഡ് ബൈ എന്നൊരു തെറാപ്പിയാണ്. ഈ തെറാപ്പി ഞങ്ങളുടെ ഗുരുവും ആത്മഹത്യയുടെ ഡയറക്ടറും ഈശ്വരസഭയുടെ വൈബ്രന്റ് പ്രീസ്റ്റുമായ ടോബിയച്ചൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ബേസിക് NLPയില് ഗ്രൂപ്പിലാണ് സാധാരണയായിട്ട് തെറാപ്പി ചെയ്യുക. ഈ തെറാപ്പിയുടെ ആരംഭത്തിൽ ഗ്രൂപ്പ് മുഴുവൻ ഒരു പ്രത്യേക മൂഡിലായിരിക്കും. എന്നാൽ തെറാപ്പിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള മാറ്റം വളരെ വലുതാണ്. അവരുടെ മുഖമൊക്കെ പ്രകാശിക്കാൻ തുടങ്ങും, കണ്ണുകൾ വിടരാൻ തുടങ്ങും. കാലങ്ങളായിട്ടുള്ള വലിയൊരു ചുമട് ഇറക്കി വെച്ച നെടുനിശ്വാസങ്ങളും ആനന്ദ കണ്ണുനീരും ഒക്കെ അപ്പോൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചിറകറ്റവർക്ക് ചിറക് ലഭിച്ച ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഡിപ്രസീവ് ഡിസോർഡർ എന്താണെന്ന് നമുക്ക് കാണാം. പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ അഥവാ ഡിസ്തൈമിയ. ഇറ്റ് ഈസ് എ ക്രോണിക് ഫോം ഓഫ് ഡിപ്രഷൻ ഓർ ലോങ് ലാസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ഡിപ്രഷൻ. നമ്മൾ മേജർ ഡിപ്രസീവ് ഡിസോർഡറിൽ പറഞ്ഞത് 2 ആഴ്ചയാണെങ്കിൽ ഇത് നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഇവ സാധാരണയായിട്ട് ആരംഭിക്കുന്നത് കുട്ടികളിലോ കൗമാരക്കാരിലോ യുവത്വത്തിന്റെ ആരംഭത്തിലോ ഒക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കുന്നതിനാൽ ഇത് അനുദിന ജീവിതത്തിന്റെ ഭാഗം എന്നതുപോലെ ആയതിനാൽ പ്രിയപ്പെട്ടവരോടോ വിദഗ്ധരോടോ അവരുടെ ഫീലിങ്സ് ഒന്നും ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. ചില അമ്മമാരൊക്കെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവൻ ചെറുപ്പത്തിൽ എന്ത് മിടുക്കരായിരുന്നറിയോ, ആർക്കും ഒരു ശല്യം ഉണ്ടായിരുന്നില്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കും, അങ്ങനെ കളിക്കാനൊന്നും പോകത്തില്ല, റൂമിൽ എപ്പോഴും സ്വസ്ഥമായിട്ടിരിക്കും, അവൻ അവൻ്റെതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ ചെയ്തിരിക്കും, പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയെന്നറിയില്ല.
ഇത്തരം സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ കൂട്ടുകൂടുകയും കളിക്കുകയും ഉല്ലസിക്കുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്തു വേണം വളരാനായിട്ട്. അത് അവരുടെ ഡെവലപ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഈ രോഗലക്ഷണങ്ങൾ 21 വയസ്സിന് ശേഷം അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ, അതായത് വ്യക്തിത്വ വൈകല്യങ്ങളോ സബ്സ്റ്റൻസ് യൂസോ ഉണ്ടെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് വളരെ അധികമാണ്. രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ മേജർ ഡിപ്രസീവ് ഡിസോർഡേഴ്സിൽ പറഞ്ഞ രോഗലക്ഷണങ്ങളിലെ അവയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ലക്ഷണങ്ങൾ 2 വർഷവും അതിലേറെയും തുടരുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ തന്നെയാണ്. അടുത്ത രക്തബന്ധത്തിലുള്ളവർക്ക് MDD അഥവാ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ട് എങ്കിൽ നെക്സ്റ്റ് ജനറേഷന് PDD ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സ്വയം മതിപ്പില്ലായ്മയും ആരുമായും സൗഹൃദം പുലർത്താതിരിക്കുന്നതും നിരന്തരമായ നെഗറ്റീവ് ചിന്തകളിലായിരിക്കുന്നതും ഇവരുടെ പ്രത്യേകതകളാണ്. ഈ അടുത്ത നാളിൽ കണ്ട മറ്റൊരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഏകദേശം ഒരു 50-55 വയസ്സ് പ്രായമുള്ള ഒരു ചേട്ടൻ വരികയില്ല. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം ഷെയർ ചെയ്ത കാര്യം ഇതാണ്: ഞാനൊരു യുവാവായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഡിപ്രഷൻ്റെതായ ചില അവസ്ഥകളുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ വിദഗ്ധരെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. ട്രീറ്റ്മെന്റ് എടുത്ത് എനിക്കൊരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ബെറ്റർ ആയി തോന്നി. ഞാൻ ആ ട്രീറ്റ്മെന്റ് നിർത്തി. പിന്നെ സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. വീണ്ടും ഒരു ചെറിയ ഇൻസിഡന്റ് വന്നപ്പോൾ നേരത്തേക്കാൾ കൂടുതലായി അതേ അവസ്ഥയിലേക്ക് ഞാൻ വന്നു. ഞാൻ പിന്നെ വേറൊരു ഡോക്ടറെ പോയി കണ്ടു, ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു. അവിടെ ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു. നന്നായിട്ട് പഠിക്കുന്ന, നല്ല ജോലി, ഉയർന്ന ജോലിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. വീണ്ടും കുറച്ചു കാലം ആ ട്രീറ്റ്മെന്റ് അദ്ദേഹം തന്നെ സ്റ്റോപ്പ് ചെയ്തു. ഡോക്ടറോടൊന്നും ചോദിക്കത്തൊന്നുമില്ല, അറിവുണ്ടല്ലോ, അതുകൊണ്ട് സ്വയം സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം വീണ്ടും തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ എപ്പിസോഡ് തുടർന്നു. വീണ്ടും അദ്ദേഹം മരുന്നെടുത്തു. ഇവിടെ വന്നപ്പോൾ പല പ്രാവശ്യം 2-3 ആഴ്ച അടുപ്പിച്ച്, ഇവിടെ വരുന്നതിന് തൊട്ട് പിന്നിലുള്ള 2-3 ആഴ്ചകൾ അടുപ്പിച്ച് ആത്മഹത്യക്ക് ശ്രമം നടത്തിയിട്ട് ഭാര്യയുടെ നിരന്തരമായ ഒബ്സർവേഷനിൽ അദ്ദേഹം ജീവനോടെ ഇരിക്കുമെന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടാവുന്നു. ഒത്തിരി വിഷമം തോന്നി. ആദ്യം എടുത്ത മരുന്ന് തുടർച്ചയായിട്ട് എടുത്തിരുന്നെങ്കിൽ അയാളിന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിയത്. ഇന്ന് 2 മക്കളുള്ള അമ്മ 3 മക്കളെ നോക്കുന്നതിന് തുല്യം. നമ്മൾ വളരെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്: ഇവർക്ക് മെഡിക്കേഷൻ തുടങ്ങിയാൽ 2 മുതൽ 4 വരെയുള്ള ആഴ്ചകളിൽ പെട്ടെന്ന് ബെറ്റർ ആവുന്നത് കാണാം. പക്ഷെ അത് നിലനിൽക്കുന്നതല്ല. ഇംപ്രൂവ്മെന്റ് കണ്ടാലും ചികിത്സ തുടരുക തന്നെ വേണം. സാവധാനം ഡോക്ടർ മരുന്നിന്റെ ഡോസ് കുറച്ച് രോഗശമനത്തിൽ എത്തിക്കുന്നതാണ്. ഇവർക്ക് മരുന്ന് മാത്രം പോരാ, മറ്റു ട്രീറ്റ്മെന്റുകളും ഒപ്പം വേണം. സൈക്കോതെറാപ്പിയും കൗൺസിലിംഗും ഒക്കെ ഇവർക്ക് ആവശ്യമാണ്. നെക്സ്റ്റ്, പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. 20 വർഷത്തിലേറെ റിസർച്ച് നടത്തിയതിനു ശേഷമാണ് PMDDയെ ഡിപ്രസീവ് ഡിസോർഡറായി കണ്ടെത്തിയത്. ഞാൻ PMDDയെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മറ്റൊരു കാര്യം ഷെയർ ചെയ്യാം. എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു സുഹൃത്ത്, ആ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ക്രമവും ചിട്ടയുമായിട്ട് ചെയ്യും. ഭർത്താവിനോട് മക്കളോട് ഒത്തിരി സ്നേഹമാണ്, അയൽക്കാരോടൊക്കെ നല്ല സ്നേഹമാണ്. ജോലി സ്ഥലത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ മാസത്തിലെ ഏതാനും ദിവസങ്ങൾ ചേച്ചിക്ക് പോലും അറിയില്ല ചേച്ചി എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക, എപ്പോഴാണ് സങ്കടപ്പെടുക, ഏത് കാര്യത്തിനാണ് അശ്രദ്ധ കാണിക്കുക എന്നൊന്നും ചേച്ചിക്ക് അറിയില്ല. തൊട്ടടുത്ത് ദോശക്കല്ലിൽ ദോശമാവ് ഒഴിച്ചു വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ തൊട്ടടുത്ത് സ്റ്റൗവിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടാകും. പാല് തിളച്ച് തൂങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ചേച്ചി ദോശ കറക്റ്റായിട്ട് ചുട്ടെടുക്കും. അത് ശ്രദ്ധിക്കാൻ ചേച്ചിക്ക് പറ്റാറുണ്ട്. വളരെയധികം ടെൻഷനായിട്ട് ചേച്ചി എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രീമെനിസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ ഉണ്ടല്ലോ, അത് മെനിസ്ട്രേഷൻ അഥവാ ആർത്തവം ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. എന്നാൽ മെനിസ്ട്രേഷന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ അത് അവസാനിക്കുകയും ചെയ്യും. പ്രായപൂർത്തിയായ സ്ത്രീകളിൽ ഇത് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാവുന്നതാണ്. പ്രായപൂർത്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്
ആർത്തവം ആരംഭിച്ചതിന് ശേഷം ഇത് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാവുന്നതാണ്. എന്നാൽ ആർത്തവം നിലയ്ക്കുന്നതോടെ ഇതും അവസാനിക്കുന്നു. ആർത്തവ വിരാമകാലം അഥവാ മെനോപോസിന്റെ സമയത്ത് ഇതിന്റെ സിംറ്റംസ് വളരെ വേഴ്സ്റ്റ് ആയിട്ട് കാണാറുണ്ട്. ഞാനൊരിക്കൽ എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി. ഞാൻ ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോൾ മക്കളുണ്ട് അടുക്കളയിൽ നിന്ന് ഓടുന്നു, വിട്ടോടാ തോമസ് കുട്ടി എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ എന്താണാവോ പറ്റിയേ? തൊട്ടുപുറകിൽ കണ്ട അമ്മ തവിക്കണയായിട്ട് നിൽക്കുന്നു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, എന്തോ കാര്യമുണ്ട്. ഞാൻ വെച്ചാൽ എന്താ മക്കളെ പറ്റി? ഞങ്ങളുടെ അമ്മയ്ക്കുണ്ടല്ലോ, ഇന്നലെ ഞങ്ങൾ തമാശ പറഞ്ഞപ്പോൾ ചിരിച്ചു, ഇതാ ഇന്ന് ഞങ്ങൾ തമാശ പറയുമ്പോൾ അമ്മ ഞങ്ങൾ അടുക്കളയിൽ പോലും നിർത്താതെ ഓടിക്കുക. അപ്പൊ നമുക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാമല്ലോ. സഡൻ മൂഡ് സ്വിങ്സ്, വളരെ പെട്ടെന്നായിരിക്കും അവരുടെ മൂഡ് മാറി മാറി വരിക. ദേഷ്യം വരാം, സങ്കടം വരാം, ഇങ്ങനെ മാറി മാറി വരുന്ന മൂഡായിരിക്കും അവർക്കുണ്ടായിരിക്കുക. ഇറിറ്റബിലിറ്റി, ആങ്കർ ഓർ ഇൻക്രീസ്ഡ് കോൺഫ്ലിക്റ്റ് വിത്ത് അതേഴ്സ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭർത്താവിനോടും മക്കളോടും കൂടെ ജോലി ചെയ്യുന്നവരോടെല്ലാം അവർ വഴക്കുണ്ടാക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ ഇരുന്ന് ചിലപ്പോൾ കരയും, എന്തിനാ ഞാനങ്ങനെ വഴക്കുണ്ടാക്കി, ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഇരുന്ന് കരയും. പക്ഷെ ആ സമയത്ത് അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഡിപ്രസ്ഡ് മൂഡ് ഓർ ഫീലിങ്സ് ഓഫ് ഹോപ്പ്ലെസ്നെസ്, അതുവരെ വളരെ പ്രതീക്ഷയോടെ എല്ലാ കാര്യം ചെയ്തിരുന്ന ആള് ആ ദിവസങ്ങളിൽ ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകുന്നതായിട്ട് കാണാം. ആൻസൈറ്റി ആൻഡ് ടെൻഷൻ. ദെൻ ഡിക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ യൂഷ്വൽ ആക്ടിവിറ്റീസ്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ആ സമയത്ത് അവർക്ക് ഒരു താല്പര്യവും ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാകാതെ വരുന്നു. അടുത്തതാണ് ഡിഫിക്കൽറ്റി സ്റ്റേയിങ് ഫോക്കസ്ഡ് ഇൻ അറ്റൻഷൻ ഓർ തിങ്കിങ്. ദോശക്കല്ലിൻ്റെയും പാല് തൂക്കി പോകുന്നതിൻ്റെയും കാര്യം നമുക്ക് അതെന്താണെന്ന് മനസ്സിലായി കാണുന്നത്. നെക്സ്റ്റ് ഫെറ്റിഗ്, കാരണമില്ലാത്ത ക്ഷീണവും തളർച്ചയും. ഭക്ഷണത്തോടും മറ്റു കാര്യങ്ങളോടൊക്കെ താല്പര്യമില്ലായ്മ. ചിലർക്ക് ഭക്ഷണത്തോട് അമിതമായ ആർത്തിയായിരിക്കും ഉണ്ടാകുക. ചിലർക്ക് ഉറക്കം തീരെ കുറവായിരിക്കും. ചിലർ സാധാരണയിൽ കവിഞ്ഞുള്ള ഉറക്കം അവരെ അലോസരപ്പെടുത്താറുണ്ട്. നെക്സ്റ്റ്, നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദുഃഖിക്കുക, ദേഷ്യപ്പെടുക, സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക, ഇവയെല്ലാം ലക്ഷണങ്ങളായിട്ട് പറയുന്നവയാണ്. ഇവർക്ക് പെരുമാറ്റത്തിലെ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ലക്ഷണങ്ങൾ മാത്രമല്ല, മറിച്ച് ഫിസിക്കലായിട്ടുള്ള ചില സിംറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രസ്റ്റ് ടെൻഡർനെസ്, ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ, വെയിറ്റ് ഗെയിൻ, ഇതൊക്കെ ശാരീരികമായിട്ട് വരുന്ന പ്രത്യേകതകളാണ്. ഈ രോഗലക്ഷണങ്ങളൊക്കെ ജോലിയെയും അനുദിന ജീവിത പ്രവർത്തനങ്ങളെയും ബന്ധങ്ങളെയും ദാമ്പത്യ ജീവിതത്തെ എല്ലാം ബാധിക്കാവുന്നവയാണ്. ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ മൂലം കുടുംബാംഗങ്ങളാലും പ്രിയപ്പെട്ടവരാലും ഏറ്റവും അധികം കുറ്റപ്പെടുത്തപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന സമയമാണ് ഇത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്ലാസ് ഇതിന് മുമ്പ് ഒരിക്കലും എടുക്കാനിട വന്നപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന ക്ലാസ് കേട്ടെ. അപ്പോൾ ഭാര്യ പറയുന്നത് മുമ്പ് ചേട്ടൻ കേട്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഓക്കെ, നിങ്ങൾ ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാതിരിക്കില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. എന്തൊക്കെയായിരിക്കും ഇവർക്ക് നമ്മൾക്ക് സഹായകരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം? ഒന്ന്, ആരോഗ്യകരമായ ഭക്ഷണം. കഫീൻ അടങ്ങിയിട്ടുള്ള അതായത് അതോടൊപ്പം ഉപ്പ്, പഞ്ചസാര ഇവ ഒഴിവാക്കുന്നത് വളരെയധികം ആശ്വാസം നൽകുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്താണ് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, മീൻസ് റെഗുലർ എയറോബിക് എക്സസൈസ്, വാക്കിംഗ് അഥവാ നേരത്തെ സ്ട്രെസ്സിന്റെ ക്ലാസ് കേട്ടവർക്കറിയാം, ഗ്രീൻ എക്സസൈസ്, സൈക്ലിംഗ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ക്ഷീണം മാറും, മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും, നല്ല ഉറക്കം കിട്ടും. ഒക്കെ അവരെ വളരെയധികം സഹായിക്കും. ഒന്ന് ഫ്രഷ് ആകാൻ പറ്റും അല്ലേ? ഒരു മൂഡ് പോയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഭർത്താവിനെ അറിയാമെങ്കിൽ എന്ത് സുഖം, ഭാര്യയും കുട്ടിയും നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഭാര്യ മക്കളെയൊക്കെ കൂടെ കൂട്ടിയിട്ടൊന്ന് നടക്കാൻ പോവുക, ഒന്ന് ഔട്ടിങ്ങിന് പോവുക, മൂഡൊക്കെ ചേഞ്ചായി വരുന്നു, നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാനാണ്. ഇനി ചിലർക്ക് മെഡിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. കാരണം മെഡിക്കേഷൻ ഇൻ ദ സെൻസ് ചിലർക്ക് ആന്റി ഡിപ്രസൻ മെഡിസിൻ എടുക്കേണ്ടി വരും, ചിലർക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റും എടുക്കേണ്ടി വരും, മറ്റു ചിലർക്ക് സൈക്കോതെറാപ്പി മാത്രം മതിയാകും. ഇത്തരം സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. കീപ് എ ഡയറി. ഒരു ഡയറി സൂക്ഷിച്ചു വെക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും?
എപ്പോഴാണ് എനിക്ക് ഈ സിംറ്റം ആരംഭിക്കുന്നത്, ഈ സിംറ്റംസിന്റെ തീവ്രത എത്രമാത്രമുണ്ട്, എപ്പോഴാണ് ഇത് അവസാനിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള സിംറ്റംസ് ആണ് എനിക്കുണ്ടാകുന്നതെന്ന് സ്വയം തിരിച്ചറിയാനായിട്ട് ഇത് സഹായിക്കും. സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് എടുക്കാനായിട്ട് വളരെ ഈസി. ഓക്കെ, നമുക്ക് അടുത്ത ഡിസോർഡറിനെ കുറിച്ച് കാണാം. ഡിസ്റപ്റ്റീവ് മൂഡ് ഡിസ്റെഗുലേഷൻ ഡിസോർഡർ. ഓക്കെ, ഒരു സംഭവം പറയാം. അടുത്ത കാലത്ത് ഇവിടെ ഒരു കുട്ടിയെയും കൊണ്ട്, ഏകദേശം ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ വരികയുണ്ടായി. കാറ് തുറന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അവൻ ഓടാൻ തുടങ്ങി. അപ്പനും അമ്മയും മാറി മാറി പുറകെ ഓടി അവനെ കുറിപ്പില്ല. അവൻ അവരെ വെട്ടിച്ചോടും. ഇവരെന്തെങ്കിലും വിളിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. വളരെ ആ കുട്ടിയെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പേരൻസ് വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ട് കണ്ടു. എന്തായിരിക്കാം ആ കുട്ടിയെ അസ്വസ്ഥപ്പെടുത്തിയ കാര്യങ്ങളെന്ന് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞ ഈ ഡിസോർഡർ ഉണ്ടല്ലോ, ഡിസ്റപ്റ്റീവ് മൂഡ് ഡിസ്റെഗുലേഷൻ ഡിസോർഡർ, സാധാരണയായിട്ട് കണ്ടെത്തുന്നത് കുട്ടികളിലാണ്. വളരെയധികം പ്രകോപനപരവും ദേഷ്യവും പൊട്ടിത്തെറിയും എല്ലാം അടങ്ങിയതാണ് ഇവരുടെ പെരുമാറ്റ രീതികൾ. സാധാരണ ടെമ്പർ ടാൻട്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവരുടെ പ്രകടനങ്ങൾ. 6 or 7 വയസ്സ് മുതൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. സിവിയർ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവുക ആഴ്ചയിൽ 3 or 4 തവണയാണ്. എന്നാൽ അകാരണമായ ദേഷ്യവും ഇറിറ്റബിലിറ്റിയും എല്ലാ ദിവസവും തന്നെ കാണാം. ഒരു 12 മാസം തുടർച്ചയായി താഴെ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഉറപ്പാക്കാം അത് PMDD ആണ് എന്ന്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നമുക്ക് കാണാം. കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിന് അപ്രോപ്രിയേറ്റ് അല്ലാത്ത പൊട്ടിത്തെറികൾ. മനസ്സിലായി കാണുമല്ലോ, ഓരോ പ്രായത്തിലും കുട്ടികൾ ചില പെരുമാറ്റ വ്യത്യസ്തതകൾ കാണിക്കാറുണ്ട്. ദേഷ്യപ്പെടുകയും ഓടുകയും ചാടുകയും കളിക്കുകയും തിരിച്ചു പറയുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്രോപ്രിയേറ്റ് അല്ലാത്ത പെരുമാറ്റ രീതികളാണ് ഈ സമയത്ത് ഇത്തരത്തിലുള്ള കുട്ടികളിൽ കാണുന്നത്. ഈ പൊട്ടിത്തെറികൾ, ഈ ഔട്ട്ബേസ്റ്റ് ആഴ്ചയിൽ 3-ൽ കൂടുതൽ പ്രാവശ്യം സംഭവിക്കുക. 3 ഇറിറ്റബിൾ ആൻഡ് ആംഗ്രി മൂഡ് ഓൾമോസ്റ്റ് എവറി ഡേ. എല്ലാ ദിവസവും തന്നെ അവരുടെ പെരുമാറ്റത്തിൽ അവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, എപ്പോഴും ദേഷ്യമായിരിക്കും. ഒരു കാര്യത്തിൽ നമ്മൾ ആ കുട്ടിയെ നമുക്ക് സ്വസ്ഥനാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നെക്സ്റ്റ് ഫിസിക്കൽ അഗ്രഷൻ. ഫിസിക്കൽ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ അടിക്കുക, മാന്തുക, തുപ്പുക, ചവിട്ടുക, എന്തൊക്കെയാണ് ആ കുട്ടിക്ക് അപ്പം ചെയ്യാൻ തോന്നുന്നത് അപ്പോഴെല്ലാം ചെയ്യും. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അമ്മ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ അമ്മയുടെ മുടിയെല്ലാം വലിച്ച് പറിച്ച് അവൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന പേരൻസിൻ്റെ അവസ്ഥ. എനിക്ക് ഒത്തിരി വിഷമം തോന്നി കണ്ടപ്പോൾ. അതുപോലെ തന്നെ അവർ വളരെ ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് കേൾക്കാം. ഇവരുടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ലക്ഷണമാണ് ഈ പൊട്ടിത്തെറികളും ഈ എന്താ പറയുക ദേഷ്യം എല്ലാം വീട്ടിലും സ്കൂളിലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാം ഉണ്ടാകും. ചില കുട്ടികൾ വീട്ടിൽ ഈ പൊട്ടിത്തെറിയൊക്കെ നടക്കുമെങ്കിലും പുറത്തിറങ്ങിയാൽ വളരെ ഡീസൻ്റ്. പക്ഷെ ഇവർക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. അത് അവരുടെ മാനസിക നില അങ്ങനെ ആയതുകൊണ്ടാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്തുകയും അതിനു വേണ്ട ചികിത്സകൾ യഥാക്രമം കൊടുക്കുകയും ചെയ്താൽ ഇവരെ നമുക്ക് സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു മെൻ്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം തേടണം. ഇവിടെ വരുന്ന കുട്ടികളെ ഞങ്ങൾ സാധാരണ നമുക്ക് അലോപ്പതി മെഡിസിനോ ഹോമിയോപ്പതി മെഡിസിനോ ഏത് വേണേലും ചൂസ് ചെയ്യാം. അലോപ്പതിക്ക് കുറച്ച് സൈഡ് എഫക്റ്റുകളൊക്കെ കണ്ടിട്ടുള്ളതിനാൽ ഞങ്ങൾ സാധാരണ വിടുന്നത് ഹോമിയോപ്പതിയിലേക്കാണ്. ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒത്തിരി കുട്ടികൾ ബെറ്ററായി വരുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്, നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടതാണ് ഫാമിലി സപ്പോർട്ട്. ചില കുടുംബങ്ങളിലൊക്കെ ഇത്തരം കുട്ടികളുണ്ടാകുമ്പോൾ ഭർത്താവ് പറയും, നിൻ്റെ മോനല്ലേ അതങ്ങനെയാണ്, അല്ലെങ്കിൽ ഭാര്യ പറയാം അങ്ങേരുടെ അതേ സ്വഭാവം. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ച് നിന്നേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കുട്ടിയെ വേണ്ട വിധം കൈകാര്യം ചെയ്ത് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് കൊടുത്ത് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ട് ഞാൻ പറയുക, ലേൺ as much as possible.
ഇവരുടെ പ്രത്യേകതകളെ കുറിച്ച് എത്രമാത്രം അറിയാവോ അതെല്ലാം പഠിച്ചറിയുക, ചോദിച്ചും അന്വേഷിച്ചും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം ഇത്തരത്തിലുള്ള കുട്ടികളുടെ മറ്റു മാതാപിതാക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അവരോട് അവർ സിമിലർ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന പേരൻസില്ലേ അവരോട് ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും ഫ്രസ്ട്രേഷൻ റെഡ്യൂസ് ചെയ്യാനും എല്ലാം സാധിക്കും. ഞങ്ങൾ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിന് സാധാരണ വിടുന്ന കാലടിയിലെ ജനതാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. അവിടെ ഡോക്ടർ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം കുട്ടികളുടെ പേരൻസിനെ കോർഡിനേറ്റ് ചെയ്യും. അവർ തമ്മിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നതാണ്. ഈ കാലഘട്ടം കൊറോണ കാലഘട്ടത്തിൽ സൂം മീറ്റിംഗ് ഒക്കെ വെച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ആവശ്യമായ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നതാണ്. അതെല്ലാം വളരെയധികം ഈ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. നമ്മളൊക്കെ ഓർമ്മയിൽ വെക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. കൃത്യമായ ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കാവുന്ന ഒരു രോഗമാണ് ഡിപ്രഷൻ അഥവാ ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ രോഗത്തിന്റെ കാഠിന്യവും മുൻപ് എത്ര പ്രാവശ്യം വന്നു എന്നതും വീണ്ടും വരാനുള്ള സാധ്യതയും എല്ലാം കണക്കിലെടുത്ത് മാസങ്ങളോ വർഷങ്ങളോ ആകാം ചികിത്സ. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. മാറി മാറി ഓടി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് മുൻപ് ഒരു സംഭവം പറഞ്ഞതിന് തുല്യമായി. ഡോക്ടറെ കാണാൻ മടിച്ച് അശാസ്ത്രീയമായ ചികിത്സകൾക്ക് പോകുന്നതും ലക്ഷണം കുറയുന്നതോടെ മരുന്ന് നിർത്തുന്നതുമെല്ലാം അസുഖം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടാക്കാറുണ്ട്. ഉത്തരവാദിത്തം രോഗിയുടേത് മാത്രമല്ല, ഉറ്റവരുടെയും ഉടയവരുടേതും കൂടെയാണ്. ശരിയായ ചികിത്സയും മരുന്നും ലഭിച്ചില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു രോഗമാണിത്. ഇവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ വിധികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരെ ബെറ്റർ ആകാനായിട്ട് സഹായിക്കുന്നത്. ഒന്നാമതായിട്ട് കൗൺസിലിംഗ്. ഒരു കാലത്ത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോകുന്നത് പോലെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നു. കൗൺസിലിങ്ങിന് പോകുന്നത് മനോരോഗികൾ മാത്രം പോകുന്നത്, അല്ലെങ്കിൽ അഥവാ കൗൺസിലിങ്ങിന് വരികയാണെങ്കിൽ ആരും കാണാതെ രാത്രികളിലൊക്കെ കൗൺസിലിങ്ങിന് വരുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിൻ്റെ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട്. ഇതിന് ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കൗൺസിലിംഗ് മാനാരോഗ്യങ്ങൾക്കുള്ളതല്ല, മാനസിക ആരോഗ്യമുള്ളവർക്കാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ആളുകൾക്ക് വരാൻ മടിയില്ല, ഗൈഡൻസ് സ്വീകരിക്കാനും മടിയില്ല. ഗൈഡൻസ് സ്വീകരിച്ച് യഥാസമയം വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ വളരെ പെട്ടെന്ന് ഇതിൽ നിന്നെല്ലാം പുറത്തു വരാനായിട്ട് സഹായിക്കും. കൗൺസിലിങ്ങിനോടൊപ്പം സഹായിക്കുന്ന മറ്റൊന്നാണ് സൈക്കോതെറാപ്പി. ചില കാര്യങ്ങൾക്ക് ഞാൻ ആദ്യം നമ്മൾ കാരണങ്ങളെക്കുറിച്ച് കണ്ടപ്പോൾ ചെറുപ്പകാലത്തുണ്ടാകുന്ന അബ്യൂസീവ് ഇവൻസ്. ഈ അബ്യൂസീവ് ഇവൻസ് ഒന്നോ രണ്ടോ ഇവൻസോ ഉള്ളൂ എങ്കിലും ചിലപ്പോൾ ഒരൊറ്റ സൈക്കോതെറാപ്പിയിൽ ഒരൊറ്റ സെഷൻ മതിയായിരിക്കും ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ രക്ഷിച്ചെടുക്കാനായിട്ട്. സൈക്കോതെറാപ്പിയിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു തെറാപ്പിയാണ് CBT അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. യുക്തിരഹിത ആശയങ്ങളുമായിട്ട് ജീവിക്കുന്ന വ്യക്തിയെ ബോധപൂർവം യുക്തിചിന്ത വളർത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. സിവിയർ അല്ലാത്ത എല്ലാ വിഷാദ രോഗങ്ങളും CBT കൊണ്ട് പരിഹരിക്കാനാവുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മീൻസ് വ്യക്തിയുടെ അനാരോഗ്യകരമായ പെരുമാറ്റത്തിന് കാരണമായ ചിന്താരീതികളെ തിട്ടപ്പെടുത്തി അതിനെ അതിലംഘിക്കാനുള്ള ക്രിയാത്മക ചിന്തകൾ വ്യക്തി തന്നെ വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു സമ്പ്രദായമാണ്. മറ്റൊന്നാണ് നമ്മുടെ മസിലുകളെയും തലച്ചോറിനെയും എല്ലാം ശാന്തമാക്കുന്ന പ്രയോഗങ്ങൾ. മീൻസ് യോഗ, മെഡിറ്റേഷൻ, എക്സസൈസ്, ഗ്രീൻ എക്സസൈസ്, മോർണിംഗ് വാക്കിംഗ്, ഈവനിങ് വാക്കിംഗ്, സ്വിമ്മിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ മസിലുകളെയും തലച്ചോറിനെയും ശാന്തമാക്കാനും ആക്റ്റീവാക്കാനും എല്ലാം സഹായിക്കുന്നതാണ്. ഇതെല്ലാം വളരെയധികം ഉപകാരപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് പലരും ബിസിനസ്സൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തിരിക്കുന്ന അവസ്ഥയിൽ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വികാരം സംഭവിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മനസ്സ് അസ്വസ്ഥപ്പെട്ടപ്പോഴെല്ലാം ഈ വാട്സപ്പിലൂടെയും മറ്റു മെസ്സേജുകളിലൂടെയും എക്സസൈസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം പ്രഘോഷിക്കുന്നത് കേട്ടു. ഞാനും രാവിലെ നടക്കാനൊക്കെ പോകുമ്പോൾ ആളുകൾ ഒത്തിരി പേര് വരുന്നതായിട്ട് കാണാറുണ്ട്. അതെല്ലാം അവരുടെ മാനസികാവസ്ഥയെ വളരെ പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്.
അടുത്തതാണ് കുടുംബത്തോടും നല്ല സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക. കൗമാരക്കാരിൽ അല്ലെങ്കിൽ യുവജനങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് അവര് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളായിരിക്കും. മാതാപിതാക്കൾ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവർക്ക് അവരുടെ പ്രൈവസിയിൽ ഇടപെടുന്നതിന് തുല്യം പോലെ കാണും. ഇന്ന് ഓൺലൈനായിട്ടൊരു കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ച് പറയുകയുണ്ടായി, സിസ്റ്ററെ പല പ്രാവശ്യം മറ്റു പലർക്കും അസ്വസ്ഥതകൾ വന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഈ അവസ്ഥ വന്നപ്പോൾ എൻ്റെ പേരൻസ് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. ഞാനൊരു രോഗിയാണ് എന്ന് എപ്പോൾ തിരിച്ചറിഞ്ഞു അപ്പോൾ മുതൽ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ ഇട്ടിട്ട് പോയി. അപ്പോൾ ഓർക്ക് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ പേരൻസ് ആണ് ഉണ്ടാകുക. അത് മറക്കാതിരിക്കുക. കുടുംബത്തോടും നല്ല സുഹൃത്തുക്കളോടുമുള്ള ഒപ്പമുള്ള സമയം ചെലവഴിക്കുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, അതിന് സമയം കണ്ടെത്തുകയും ചെയ്യും. വീട്ടിലുള്ള അംഗങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസവും ദൃഢമായ ബന്ധവും വളർത്തിയെടുക്കുക വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. നമുക്ക് വീട്ടിലുള്ള അംഗങ്ങളെ വിശ്വസിക്കാൻ പറ്റിയാലേ തുറന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം കുട്ടികൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പേരൻസിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഗ്രൂപ്പുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ കുഞ്ഞിനോട് പറഞ്ഞിട്ട് പോകും, പപ്പ ഇന്ന സ്ഥലത്ത് പോവുകയാണ്. സത്യം പറയാവുള്ളൂ, അല്ലെങ്കിൽ നുണയാണെന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റും. പപ്പ ഇന്ന സ്ഥലത്ത് പോവുകയാണ്, ഇത്ര സമയം ചെലവഴിച്ച് ഇന്ന സമയത്ത് വരും എന്നൊക്കെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളും നാളെ നിങ്ങളോട് പറയാതെ എവിടെയും പോവുകയില്ല. അവർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് അവരറിഞ്ഞോ അറിയാതെയോ നമുക്ക് തിരികെ തരും. നെക്സ്റ്റ്, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ജോലികൾക്ക് പുറമെ മറ്റു ഹോബികൾ കണ്ടെത്തുക. ഗാർഡനിങ്ങോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഗാർഡനിങ്, പെയിൻറ്റിങ്, ഡ്രോയിങ് തുടങ്ങിയിട്ടുള്ള എഴുതുക തുടങ്ങിയ മറ്റു ഹോബികളും കൂടെ കണ്ടെത്തുന്നത് നമ്മുടെ സമയത്തെ വളരെ നന്നായിട്ട് ക്രമീകരിക്കാനായിട്ട് സഹായിക്കും, മനസ്സ് ഫ്രഷാക്കുകയും ചെയ്യും. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, പണ്ട് കാലത്തെ തലമുറയെ ഏറ്റവും ആരോഗ്യകരമായി സംരക്ഷിച്ചതുമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ഊഹിക്കാൻ പറ്റുമോ? ആർക്ക് വേണമെങ്കിലും പറയാം. നേരത്തെ എണീക്കുക, ഒന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മുഴുവൻ ആൻസറും വന്നേനെ. അതൊക്കെ ആവശ്യമാണ്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുതുക. ഓക്കെ, ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈലൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി, അവർ ഗെയിം കളിക്കാൻ തുടങ്ങി, അവർ രാത്രി മുഴുവൻ ഇരുന്ന് കളിക്കാൻ തുടങ്ങി, അവരങ്ങ് അഡിക്റ്റായി. ഇന്നത്തെ അവസ്ഥ പറയണ്ടല്ലോ, മുമ്പ് പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് അവർക്ക് കാണാൻ തുടങ്ങി. ഇതിപ്പം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ വരുന്ന മിക്ക കുട്ടികളുടെയും പ്രോബ്ലംസിൽ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഗെയിം അഡിക്ഷൻ. അത് പറഞ്ഞു വരുന്നത് ഗാഡ്ജറ്റ്സ് അഡിക്ഷൻസ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടത് വളരെ ആവശ്യം. അതിലൂടെ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടും. പക്ഷെ അതിൻ്റെ ഉപയോഗം നമ്മൾ പരിമിതപ്പെടുത്തി നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവും. വിദഗ്ധർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, വെയിലും വിഷാദവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട് എന്ന്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു 80% വൈറ്റമിൻ നമുക്ക് കിട്ടുന്നത് വെയിലിൽ നിന്നാണ്, സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അത് നട്ടുച്ചയ്ക്കത്തെ സൂര്യപ്രകാശമല്ല, രാവിലെയും വൈകുന്നേരം ഇളം വെയിൽ കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുകയും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഉണ്ട് എങ്കിൽ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ശരീരത്തിന് ആവശ്യമായ കാൽസ്യം സ്വീകരിക്കാൻ പറ്റും. കാൽസ്യവും വൈറ്റമിൻ ഡിയും ഉണ്ട് എങ്കിൽ മറ്റ് പോഷക ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻസ് എല്ലാം ശരീരത്തിന് സ്വീകരിക്കാനായിട്ട് ശരീരം പ്രാപ്തിയുള്ളതാകുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നെക്സ്റ്റ്, എപ്പോഴും സ്മാർട്ടായിരിക്കുക. മീൻസ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, വിഷാദ രോഗികളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവർ കുളിക്കുന്നതിലോ അലക്കുന്നതിലൊന്നും അവർ ശ്രദ്ധിക്കുകയില്ല. നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും.
എന്നാലും നമ്മളെപ്പോഴും സ്മാർട്ടായിരിക്കുക. രാവിലെ വൈകുന്നേരം കുളിക്കുക, വൃത്തിയായും വെടുപ്പായും വസ്ത്രം ധരിക്കുക, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അടുക്കും ചിട്ടയുണ്ടായിരിക്കുക. അങ്ങനത്തെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷാകും. അത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതോടൊപ്പം പോസിറ്റീവായിട്ടുള്ള ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക, പോസിറ്റീവായിട്ടുള്ള മൂവീസ് അഥവാ വീഡിയോസൊക്കെ കാണുക. മറ്റൊന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഡിപ്രസീവ് മൂഡിലോട്ട് വന്നു കഴിഞ്ഞാൽ തനിയെ ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അവർ ഏകാന്തതയാണ് ചൂസ് ചെയ്യുക. അതോടൊപ്പം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ. ഹലോ, ഈ ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യണം? അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യണം. എനിക്ക് ഡിപ്രഷനിലോട്ട് പോകണോ വേണ്ടയോ ഞാൻ തന്നെ തീരുമാനം എടുക്കണം. സ്വയം തീരുമാനം എടുത്തിട്ട് എനിക്ക് ഏകാന്തതയോടാണ് ഇഷ്ടമെങ്കിൽ ഞാൻ വളരെ ബോധപൂർവ്വം കൂട്ടത്തിലേക്ക് പോവുക, ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കുക. എനിക്ക് ആരുടെയും കൂടെ കളിക്കാൻ ഇഷ്ടമില്ലേ, ഞാൻ ബോധപൂർവ്വം പോയി കളിക്കാൻ. എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുക. മറ്റൊന്നാണ് തൻ്റെ തന്നെ പ്രത്യേകതകളെ വിലയിരുത്തുക. എപ്പോഴാണ് ഞാൻ ഡൗൺ ആകുന്നത് എന്ന് മനസ്സിലാക്കി അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തുക. സ്വയം തിരിച്ചറിയാനും സെൽഫ് എസ്റ്റീം കൂട്ടാനും സഹായകരമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ കൂടുക, ട്രെയിനിങ് പ്രോഗ്രാംസിൽ പങ്കെടുക്കുക. നമ്മുടെ അറിവ് ഓരോ ദിവസവും കൂടുതൽ വളർത്താൻ ആവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ വളരെ ബോധപൂർവം പങ്കെടുക്കും. ഓക്കെ, എല്ലാവരും വളരെ സീരിയസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. വേറെ രസം പറയും, ഈ മെഡിക്കൽ സ്റ്റുഡൻസും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് പഠിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ തോന്നാവുന്ന ഒരു കാര്യമുണ്ട്. കുറേയേറെ സിംറ്റംസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇതെല്ലാം എനിക്കുണ്ടോ എന്നൊരു സംശയം വരും. അതൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നേ. ഒരു കൊച്ചു കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. ശ്രീ മുരുകൻ കാട്ടാക്കട എഴുതിയ കവിതയാണ്. എന്നെ പഠിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. ഒരു കാര്യം ചെയ്യാവോ, 4 വരി കവിതയുള്ളൂ, നമുക്കൊന്ന് പാടിയാലോ? ഞാൻ പാടിത്തരാം, ചൊല്ലിത്തരാം, അതൊന്ന് ഏറ്റു ചെല്ലിയാൽ മതി. റെഡിയാണോ? എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. റെഡി? അൺമ്യൂട്ട് ചെയ്തോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ തുടങ്ങാം കേട്ടോ. ഓരോ ലൈൻ പാടിക്കഴിയുമ്പോ നിങ്ങൾ ഏറ്റു പാടണേ. ഓക്കെ. അപ്പുവിന്റെ വീട് അപ്പുറത്തെ വീട്, അപ്പുവിന്റെ വീട് അപ്പുറത്തെ വീട്, ഹിന്ദുവിന്റെ വീട് ഇപ്പുറത്തെ വീട്, ഹിന്ദുവിന്റെ വീട് ഇപ്പുറത്തെ വീട്, മുസ്തഫയുടെ വീട് മുമ്പിലത്തെ വീട്, മുസ്തഫയുടെ വീട് മുമ്പിലത്തെ വീട്, പീറ്ററിന്റെ വീട് പിമ്പിലത്തെ വീട്, പീറ്ററിന്റെ വീട് പിമ്പിലത്തെ വീട്, ഞങ്ങൾ അയൽ വീട്ടുകാർ അയൽ വീട്ടുകാർ, അടുത്തടുത്ത വീട്ടുകാർ, അടുത്തടുത്ത വീട്ടുകാർ, തൊട്ടടുത്ത കൂട്ടുകാർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്നൊന്ന് കൈയടിച്ചേ. ഇന്നത്തെ ഒരു സിറ്റുവേഷനെ ഓക്കെ, ഇന്ന് അകലങ്ങളിലുള്ളവർ അടുത്തും അടുത്തുള്ളവർ അകലെയുമാകുന്ന ഒരവസ്ഥ നമുക്ക് കാണാം അല്ലേ? നമുക്കൊന്ന് മനസ്സ് വെക്കാം, ഞാൻ അനുദിനം കാണുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ഇവരുടെ മുഖമൊന്ന് വാടിയാൽ, അങ്ങനെ വാടുന്നത് കണ്ടാൽ സ്നേഹത്തോടെ എന്തു പറ്റിയെന്ന് ചോദിക്കാൻ തയ്യാറായാൽ ആ ഒരൊറ്റ ചോദ്യം മതിയാവും ആ ജീവനെ തന്നെ രക്ഷിക്കാൻ. അങ്ങനെ നമുക്ക് പരസ്പരം വളർത്താം, പരസ്പരം വളരാം. ഞാൻ എന്തുകൊണ്ടാ ഈ പാട്ട് പാടിയെന്നറിയോ? ഞങ്ങളുടെ ഗുരുവച്ചൻ എപ്പോഴും പറയാറുണ്ട്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്തിട്ട് വേണം പോകാൻ. നിങ്ങളിനി ഇത് കഴിഞ്ഞിട്ട് ഈ മുഴുവൻ നേരം ഡിപ്രഷനെ കുറിച്ച് കേട്ടോണ്ടിരുന്നിട്ടേ അതൊന്ന് മാറി വരാൻ വേണ്ടിയിട്ട് പാടിയതാണ് കേട്ടോ. പക്ഷെ അതിനകത്ത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ താങ്ക് യു. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയ നിവാരണം നടത്തണമെങ്കിൽ ചോദിക്കും. ഇന്നത്തെ ഒരു സിറ്റുവേഷനെ
ഓക്കെ. ഇന്ന് അകലങ്ങളിലുള്ളവർ അടുത്തും അടുത്തുള്ളവർ അകലെയുമാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണാം അല്ലേ? നമുക്കൊന്ന് മനസ്സ് വെക്കാം. ഞാൻ അനുദിനം കാണുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ഇവരുടെ മുഖമൊന്ന് വാടിയാൽ, അങ്ങനെ വാടുന്നത് കണ്ടാൽ സ്നേഹത്തോടെ എന്തു പറ്റിയെന്ന് ചോദിക്കാൻ തയ്യാറായാൽ ആ ഒരൊറ്റ ചോദ്യം മതിയാവും ആ ജീവനെ തന്നെ രക്ഷിക്കാൻ. അങ്ങനെ നമുക്ക് പരസ്പരം വളർത്താം, പരസ്പരം വളരാം. ഞാൻ എന്തുകൊണ്ടാ ഈ പാട്ട് പാടിയെന്നറിയോ? ഞങ്ങളുടെ ഗുരുവച്ചൻ എപ്പോഴും പറയാറുണ്ട്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്തിട്ട് വേണം പോകാൻ. നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ മുഴുവൻ നേരം ഡിപ്രഷനെ കുറിച്ച് കേട്ടോണ്ടിരുന്നിട്ടേ അതൊന്ന് മാറി വരാൻ വേണ്ടിയിട്ട് പാടിയതാട്ടോ. അതിനകത്ത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. അപ്പൊ താങ്ക് യു. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയ നിവാരണം നടത്തുന്നെങ്കിൽ വളരെ വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുത്ത ജിജിമോൾ മാഡത്തിന് നന്ദി. ഡിപ്രഷനും അതിന്റെ സിംറ്റംസത്തെ കുറിച്ചും വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. അതെ, ഒരു ഡൗട്ട് ഉള്ളതായി. 4 ടൈപ്പ് ഡിപ്രഷൻ പറഞ്ഞല്ലോ, ഡിഫറെന്റ് ടൈപ്സ്. അതില് ബൈപോളർ ഡിപ്രഷൻ ഒഴിവാക്കിയതാണോ അതോ ബൈപോളർ ഡിപ്രഷന്റെ പാർട്ട് അല്ലേ? പ്രധാനമായിട്ടുള്ള 4 ഡിപ്രഷൻസ് ആണ് പറഞ്ഞത്. DSM-5 പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ സബ് ആയിട്ട് ഇനിയും കുറെ വരുന്നുണ്ട്. ബൈപോളാർ, യൂണിപോളാർ എല്ലാം വരുന്നുണ്ട്. അത് എടുക്കാൻ പറ്റുന്ന സമയം കുറയാവും. അല്ല, കുഴപ്പമില്ല. അത് പറയാൻ കാരണം ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സിസ്റ്റർ പറഞ്ഞു, അതായത് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവര് ഭയങ്കര ഗ്ലൂമി ആയിരിക്കും, ഭയങ്കര ഡൗൺ ആയിരിക്കും, ടോട്ടലി അവര് ഡൗൺ ടു ഒരു ഇനാക്റ്റീവ് പേഴ്സൺ ആയിട്ട് മാറുന്ന രീതിയിൽ സംസാരിച്ചേ. മൂഡ് സ്വിങ്സിനെ കുറിച്ചും പറഞ്ഞായിരുന്നു. അപ്പൊ അതിനകത്ത് കയറ്റവും ഇറക്കവും ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ തിരിച്ചും വരാറുണ്ടെന്നല്ലേ? ആക്റ്റീവ് ആയിട്ടൊരു മൂഡും അതിന്റെ ഇടയ്ക്ക് വരാറുണ്ടെന്ന്. ഓക്കെ. കാരണം ഇപ്പൊ നമുക്ക് 2 പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികൾ ഇപ്പൊ അവരുടെ ഡിപ്രഷൻ സ്റ്റേജ് അവര് ഡിക്ലെയർ ചെയ്തു. ഒന്ന് നമ്മുടെ പാർവതി എന്ന് പറയുന്ന ഒരു നടി, ഉയരയിലൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാർനടി. 5 വർഷമായിട്ട് ഷീ ഈസ് ഗോയിങ് ടു ഡിപ്രഷൻ ഡിക്ലെയർ ചെയ്തു. പക്ഷേ ഈ ഡിപ്രഷന്റെ സ്റ്റേജിൽ തന്നെയാണ് പല സിനിമകളും ആൾ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ മിഥുൻ മേനോയുടെ പാതിര എന്ന് പറഞ്ഞ സിനിമ ഒക്കെ പിടിച്ച് അത് ഭയങ്കര ഹിറ്റായ ഒരു പടമായിരുന്നു, കുഞ്ചാക്കോ ബോബന്റെ. അപ്പൊ ആള് പറയുന്നത് ക്രോണിക് ഡിപ്രഷൻ ആണ് പറയണേ. ഓക്കെ, അപ്പൊ ഞാൻ അതുകൊണ്ട് ചോദിച്ചു. കാരണം ഡിപ്രഷൻ സ്റ്റേജിലുള്ള ആൾക്കാർ പലരും വിജയിക്കുന്ന പല. ഓക്കെ സിസ്റ്റർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ എല്ലാ പോയിന്റ്സും എഴുതി എടുക്കാം, അങ്ങനെ ഓടി കുറച്ച് ഞാൻ ദീപ്തിയാണ്, കോഴിക്കോട് നിന്ന്. എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, മെഡിക്കേഷൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പല ആൾക്കാരും മെഡിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഉറക്കാണ്, ആളെ പിന്നെ ഒന്നിനും കൊള്ളാതാകുന്നു പറഞ്ഞിട്ട് ഇത് അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഈ മെഡിസിൻ കേൾക്കുന്നില്ലേ? മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ ഉറക്കം വരും എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു സിംറ്റം തന്നെയാണോ? പൊതുവെ അലോപ്പതി മെഡിസിൻ എടുക്കുന്നവർക്ക് അങ്ങനെ ഒരു സൈഡ് എഫക്ട് കാണാറുണ്ട്. അത് കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുള്ളൂ. സാവധാനം ആ മെഡിസിന്റെ ഡോസ് കുറച്ചുകൊണ്ട് വന്ന് അവർക്ക് നോർമലിലേക്ക് എത്തിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അവർക്ക് കൗൺസിലിംഗ് വേണ്ടത്. അവരോട് നേരത്തെ അറിയിക്കുക, ഈ ഒരു ലെവലിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്, ഇതിലെ പോയിട്ട് നിങ്ങൾ സാധാരണയിലേക്ക് എത്തുമെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക കൗൺസിലേഴ്സിന്റെ കടമയാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. വെൽക്കം. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? താങ്ക് യു മാം, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ ക്ലിയർ ആയിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അത് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് എല്ലാവരും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. യു മേഡ് us ഫീൽ സോ, എന്താ പറയാ, ഭയങ്കര ഒരു പഴയ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയ പോലെ ഒരു ഫീൽ ഉണ്ടാക്കി. താങ്ക് യു സോ മച്ച്. എടുത്ത വിഷയം ഭയങ്കര ഡിപ്രഷനെ കുറിച്ചിട്ടായിരുന്നു എങ്കിലും നമ്മളെ ആരെയും അയ്യോ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഡിപ്രസ്ഡ് ആയി പോയി എന്ന് തോന്നാത്ത വിധത്തിൽ അതിനെ അവസാനിപ്പിച്ചു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. മാഡം, ഞാൻ ലതിക. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരുന്നു മാഡം. മാഡം പറഞ്ഞത് ശരി കേട്ടോ. ഇതിങ്ങനെ കേട്ടോണ്ടിരുന്ന അവസാനം ഇപ്പൊ തോന്നുന്ന ലേശം കുഴപ്പമുണ്ടോ എനിക്കെന്ന്. എനിക്ക് കൂടുതൽ ഓർക്കുണ്ടേ, എപ്പോ കിടന്നാലും ഞാൻ ഉറങ്ങിക്കളയും.
സ്കൂളിലുള്ളവർക്കും അതൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു പേടി, ഇതുണ്ടോ സംശയം. വളരെ നല്ല ക്ലാസ്സായിരുന്നു. നല്ല ലക്ഷണാട്ടോ. ഓക്കെ മാഡം, താങ്ക് യു. എന്റെ പേര് സൂരജ്. സൂരജ് ചോദിക്കൂ. ആങ്കർ മാനേജിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞുതരൂ. ആങ്കർ മാനേജിന്റെ ടിപ്പുമായിട്ട് ഞങ്ങളുടെ അടുത്ത റിസോഴ്സ് പേഴ്സൺ ഇപ്പൊ വരുന്നുണ്ട്. അതിപ്പോ ഞാൻ പറയുന്നത് ശരിയില്ലല്ലോ. അതിനെ കുറിച്ച് തന്നെയാണ് ഒരു സെഷൻ ഉള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടിപ്പും അതിനകത്ത്. മാഡം ഗുഡ് ഈവനിങ്. എന്റെ പേര് രാജീവ്, ഞാൻ ആലപ്പുഴയിൽ നിന്നാ, പുതിയ ആളാണേ. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരുപാട് സിംറ്റംസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. ശരിക്കും നമ്മളെ നിത്യജീവിതത്തില് പല പ്രശ്നങ്ങളും പല ആൾക്കാരെയും പല സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പം ഇത് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് വേറെ സഹായകമാണ്. ശരിക്കും ഇന്നത്തെ ക്ലാസ് ജീവിതത്തിൽ ഒത്തിരി നമുക്കും കുടുംബത്തിനും നമ്മൾ വർക്ക് ചെയ്യുന്ന തലങ്ങളിലെല്ലാം ഇത് പ്രയോജനപ്പെടുമെന്നാണ് വിശ്വാസം. താങ്ക് യു വെരി മച്ച്. ഇത് കണ്ടക്ട് ചെയ്തവർക്കും എല്ലാവർക്കും സംഘാടകർക്കും മാഡത്തിനും ഒക്കെ ഞങ്ങളുടെ പ്രത്യേക നന്ദി. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ സുജയാണ്, മലപ്പുറം. ആദ്യമായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ചെറിയൊരു പ്രയാസമായിട്ട് കൊണ്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി മാമിനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിലൂടെ പറയണ്ടെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തപ്പോ തന്ന നമ്പേഴ്സിലെ 883 അവസാനിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങളുടെ സെന്ററിന്റെ നമ്പറാണ്, ഡയറക്ടർ അച്ഛന്റെ നമ്പറാണ്. അച്ഛൻ ഗൈഡ് ചെയ്തോളൂ. അച്ഛനോട് പറഞ്ഞാൽ മതി, എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ തന്നോളൂ കേട്ടോ. ഹലോ മാഡം. യെസ്. അതായത് കുഞ്ഞുങ്ങളിൽ ഡിപ്രഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്റെ പേര് ജോഷി. ജോഷി പറയൂ. കുഞ്ഞുങ്ങളിൽ ഡിപ്രഷൻ ഉണ്ടാവുമ്പോ അവരെ നമ്മൾ ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഒരു മെന്റൽ ഹെൽത്ത് കെയർ നൽകുന്ന ഒരു സൈക്യാട്രിസ്റ്റിനെ, മീൻസ് മിക്കവാറും ഞങ്ങൾ പറഞ്ഞു വിടുക ഹോമിയോപ്പതി സൈക്യാട്രിസ്റ്റിന്റെ അടുത്താണ്. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ലൊരു കൗൺസിലറിനെ കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മെഡിക്കേഷനും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആകും. ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും നേരം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈ ടോപ്പിക് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്ത ജിജിമോൾ മാഡത്തിന് സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഇത് കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ അത് ഓരോ പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തിൽ കൗൺസിലിംഗ് എക്സ്പീരിയൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് മാഡം പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച്. അതിനൊപ്പം ഈ പ്രോഗ്രാം നടത്താനായിട്ട് കോർഡിനേഷന് വേണ്ടി മുൻകൈ എടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ആത്മമിത്ര സ്ഥാപനത്തിന് നന്ദി. ഇന്ന് പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ അടുത്ത സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you very much. Good night to all.